നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അല്ലെങ്കിൽ ETFs ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചർ ആയതെന്ന്? അവയുടെ എളിയ തുടക്കം തൊട്ട് ദശലക്ഷങ്ങളുടെ പ്രിയപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി മാറിയതുവരെ. വരൂ നമുക്ക് ഇന്ത്യയിൽ ETFsന്റെ വികസനത്തിലൂടെ കണ്ണോടിക്കാം. ETFs ഇന്ത്യൻ മാർക്കറ്റിൽ താരതമ്യേന ഒരു പുതിയ പ്രതിഭാസമാണ്. പക്ഷേ അവയുടെ വളർച്ച എല്ലാതരത്തിലും ശ്രദ്ധേയമായിരുന്നു. 2001 ലോഞ്ച് ചെയ്ത ETFs ഇന്ത്യൻ നിക്ഷേപകർക്ക് ഒരു വിവിധയിനം സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കാൻ ഒരു റെവല്യൂഷണറി മാർഗം നൽകി. അത് സ്റ്റോക്സ്, ബോണ്ട്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് ഏതിലായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങുന്നത് പോലെ തന്നെ. ഇതെല്ലാം തുടങ്ങിയത് നിഫ്റ്റി 50 ETF-ൽ നിന്നാണ്. ഇന്ത്യയുടെ ആദ്യ ETF 2002-ലാണ് അവതരിപ്പിച്ചത്. ഇത് നിക്ഷേപകർക്ക് നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. തുടക്കത്തിൽ ഈ മാർഗം സ്വീകരിക്കുന്നതിന്റെ തോത് കുറവായിരുന്നെങ്കിലും നവീകരണം ഇന്ത്യയിൽ പാസീവ് ഇൻവെസ്റ്റിംഗിന്റെ ഭാവിക്ക് അടിത്തറ പാകി. ETFs-നെ കുറിച്ചുള്ള അവബോധം വളർന്നു, ഒപ്പം അവയുടെ വെറൈറ്റിയും. വളർച്ചയുടെ അടുത്ത തരംഗം എത്തിയത് 2007-ൽ ഗോൾഡ് ETF-കൾ അവതരിപ്പിച്ചതോടെയാണ്. അങ്ങനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം നൽകി. ഫിസിക്കൽ മെറ്റൽ വാങ്ങുന്നതിനും സംഭരിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ടില്ലാതെ തന്നെ. ഇത് ETFs-ന്റെ ശാഖകൾ വ്യത്യസ്ത അസറ്റ് ക്ലാസുകളിൽ വിഭജിക്കപ്പെടുന്നതിന് തുടക്കം കുറിച്ചു. ഇൻവെസ്റ്റേഴ്സിന്റെ പക്കൽ ഇപ്പോൾ ചെലവ് കുറഞ്ഞ മാർഗമുണ്ട് ഒരൊറ്റ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അവരുടെ പോർട്ട്ഫോളിയോകൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ. ETFs കൂടുതൽ വേഗത കൈവരിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ സർക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ്. നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായി ഇതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ വളരുന്ന പാർട്ടിസിപ്പേഷനും ETFs-ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയ ഉത്തേജനം നൽകി. വരൂ നമുക്ക് നേരെ ഇന്നത്തെ കാര്യം സംസാരിക്കാം. ETFs ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി മാത്രമുള്ളതല്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ETFs-ലേക്ക് കൂടുതൽ വേഗതയിൽ ആകർഷിതരാകുകയാണ്. ഇവയുടെ റിലേറ്റീവ്ലി ലോവർ കോസ്റ്റ്, ട്രാൻസ്പെറൻസി, ഒപ്പം ഈസ് ഓഫ് ആക്സസ് കാരണം. സെക്ടറിൽ ETFs തൊട്ട് ഇവ സ്പെസിഫിക് ഇൻഡസ്ട്രീസിൽ ഫോക്കസ് ചെയ്യുന്നു. ഡെറ്റ് കൂടാതെ ഇന്റർനാഷണൽ EFTs വരെ ഇവ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് തുറക്കുന്നു. ഇപ്പോൾ ഓരോ ഇൻവെസ്റ്ററിനും ഓരോ തരം ETF ഉണ്ട്. മാത്രമല്ല ഈ വികസനം ഇപ്പോഴും നടക്കുകയാണ്. ടെക്നോളജി, ഇന്നോവേഷനൊപ്പം അവബോധവും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ETFs കൂടുതൽ വികസിക്കാൻ ഒരുങ്ങുകയാണ്. പുതിയ വഴികൾ തുറക്കുകയാണ്. ഉദാഹരണത്തിന് സ്മാർട്ട് ബീറ്റ ETF, തീമാറ്റിക് ETFs, കൂടാതെ സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റ്സിൽ ഫോക്കസ് ചെയ്യുന്ന ESG ETFs വരെ. എളിയ തുടക്കം മുതൽ ഇന്നത്തെ വിശാലമായ ഓപ്ഷൻസിന്റെ ബ്രോഡ് റേഞ്ച് വരെ. ഇന്ത്യയിൽ ETFs-ന്റെ യാത്ര ഇൻവെസ്റ്റേഴ്സിന്റെയും മാർക്കറ്റിന്റെയും ഒരു ഗ്രോയിങ് സൊഫിസ്റ്റിക്കേഷന് പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഒരു കോസ്റ്റ് എഫക്റ്റീവ്, ഫ്ലെക്സിബിൾ ഓപ്ഷനോടൊപ്പം ETFs ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഈ വീഡിയോ വിജ്ഞാനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ലൈക്ക്, ഷെയർ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്മാർട്ട് നിക്ഷേപ സ്ട്രാറ്റജീസിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റിനായി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകടസാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.